മലയാളത്തിന്റെ മഹാകവി ONV വിട പറഞ്ഞിട്ട് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ കവിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന വീട് സ്മാരകമാക്കണമെന്ന ആവശ്യം നടപ്പായില്ല. കഴിഞ്ഞ UDF സർക്കാരിന്റെ അവസാന കാലത്ത് കവിയുടെ സമഗ്ര സംഭാവനകളെ മുൻനിർത്തി ONVയുടെ വീട് ഉൾപ്പെടുന്ന പ്രദേശം കാവ്യഗ്രാമമാക്കാൻ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ തുടർന്നു വന്ന LDF സർക്കാർ മറ്റ് പദ്ധതികളൊന്നും ആവിഷ്കരിച്ചിട്ടില്ലെന്ന് കവിയുടെ ബന്ധുവായ സുനിൽ മുഖത്തല പറയുന്നു. മലയാളത്തിന് വേണ്ടി ശ്വസിച്ചു എന്ന് പറയാവുന്ന അത്രയും വലിയ മഹാകവിക്ക് തിരിച്ചൊരു സ്മാരകമോ ഒരു ഓർമ്മ നിലനിർത്താനൊന്നും ഇതുവരെ ചെയ്ത് കണ്ടില്ല. അതിന് കുടുംബാംഗം എന്നുള്ള രീതിയിലും സാഹിത്യ പ്രവർത്തകൻ എന്നുള്ള രീതിയിലും എനിക്കും എൻ്റെ ഈ ബന്ധുക്കൾക്കുമൊക്കെ ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. കവിയുടെ ഹൃദയപക്ഷമായ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ തന്നെ സ്മാരകം വേണമെന്ന ആവശ്യത്തിന് പരിഗണന ലഭിക്കാതെ പോകുന്നുവെന്നും ആക്ഷേപമുണ്ട്. കൊല്ലം ചവറയിലെ നമ്പ്യാടിക്കൽ വീട് കേരള സാഹിത്യ അക്കാദമി ഏറ്റെടുക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നു. എന്നാൽ പിന്നീട് സാഹിത്യ അക്കാദമി തന്നെ ഇക്കാര്യം നിഷേധിച്ച് രംഗത്തെത്തി. ONVയുടെ 1ാം ചരമവാർഷികത്തിൽ ആരാധകരും കുടുംബാംഗങ്ങളും നമ്പ്യാടിക്കൽ വീട്ടിൽ ഒത്തുചേരുന്നുണ്ട്. വീടിനോട് ചേർന്ന് ശില്പി പാവുമ്പ മനോജ് നിർമ്മിക്കുന്ന ONVയുടെ അമ്മ എന്ന കവിതയുടെ കാവ്യശില്പവും അനാവരണം ചെയ്യും. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.